friends, welcome back to our channel. ഇന്ന് നമ്മൾ കർണാടകയിലെ ചിക്കബള്ളാപൂർ ഡിസ്ട്രിക്റ്റിലുള്ള ആദ്യോഗിയിലേക്കാണ് പോകുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 71 കിലോമീറ്ററും നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 78 കിലോമീറ്റർ ആണുള്ളത്. ഒരു 2 മണിക്കൂറോളമാണ് ട്രാവൽ ചെയ്യുന്ന എടുക്കുന്നത്. ഒരു 10 മണിക്ക് ശേഷമാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു അഡ്വൈസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെ പോയാലും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ രാവിലെ ഒരു 8 മണി 9 മണിക്ക് ഡെസ്റ്റിനേഷനിൽ എത്തുന്ന രീതിയിൽ വേണം നിങ്ങൾ ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പോൾ ചിക്കബള്ളാപൂർ പോകുന്നവർക്ക് ഒരു കംപ്ലീറ്റ് ഗൈഡ് ആയിരിക്കും കേട്ടോ ഈ വീഡിയോ. ബാംഗ്ലൂരിൽ നിന്ന് നിങ്ങൾക്ക് ബസ് അവൈലബിൾ ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ക്യാബിൽ പോവാം. പോകുന്ന വഴി ഒരുപാട് കാഴ്ചകൾ ഉണ്ടായിരുന്നു കാണാനായിട്ട്. കൂടുതലും കുന്നുകളും മലകളും ഒക്കെ നിറഞ്ഞ സ്ഥലങ്ങളായിരുന്നു കേട്ടോ. നേച്ചർ ലവേഴ്സിന് പോകാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണ് കേട്ടോ. ഇതാ നമ്മുടെ റോഡിലെ സഹയാത്രികരൊക്കെ അങ്ങ് പാഞ്ഞു പോവാണ്. ഒക്ടോബർ 31 നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ദീപാവലിയുടെ ദിവസമാണ്. അപ്പോൾ അവിടെ എത്രത്തോളം തിരക്കുണ്ടെന്ന് നമുക്കറിയില്ല. നമ്മൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും ഇവിടെ ആദ്യോഗി എന്ന് എഴുതിയിട്ടുള്ളൊരു ബോർഡ് കാണാം. അവിടുന്ന് ലെഫ്റ്റ് ടേൺ എടുക്കണം. അവിടുന്ന് ലെഫ്റ്റ് ടേൺ എടുത്ത് പോകുമ്പോൾ പ്രകൃതി രമണീയമായ ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ആദ്യോഗി ദി അബോർഡ് ഓഫ് യോഗ എന്ന് എഴുതിയിട്ടുള്ള ഒരു ഗേറ്റ് പോലെയുള്ള ഒരു സ്ട്രക്ചർ കാണാം. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരുപാട് മലനിരകളും കുന്നുകളും ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ കുറെ പാറമടകളും ഒക്കെ ഉണ്ട്. നല്ല റോഡാണ് കേട്ടോ അവർ ഉള്ളിലേക്ക് പോകാനായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ കാണാൻ വന്ന ആൾ അവിടെ ഇങ്ങനെ ശാന്ത സ്വരൂപനായിട്ടിരിക്കുന്നത് കാണുന്നത്. വളരെ നല്ല കാഴ്ച കേട്ടോ. ഇത് നേരിട്ട് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഒരുപാട് മലകളുടെ ഒരു താഴ്വാരത്ത് ഇങ്ങനെ സ്വസ്ഥനായിട്ടിരിക്കുന്ന ഒരു രൂപം പോലെയാണ് നമുക്കിത് തോന്നുന്നത്. 12:30 ആവുന്നുണ്ട് കേട്ടോ നമ്മൾ എത്താറാകുമ്പോഴത്തേക്കും. പിന്നെ ഇവിടെ എൻട്രി ഫീയും പാർക്കിംഗ് ഫീയും കാര്യങ്ങളും ഒന്നുമില്ല. പാർക്കിങ്ങിന് നല്ലൊരു ഏരിയ തന്നെയുണ്ട്. ഇവിടെ ഒരു 5 കാര്യങ്ങളാണ് കേട്ടോ കാണാനുള്ളത്. നമുക്ക് വഴിയെ കാണാം. നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് പോകണം. ഞാൻ പറഞ്ഞില്ല, നല്ല ചുട്ടു പൊള്ളുന്ന വെയിലാണ്. കാരണം 12:30 ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ വരുമ്പോഴത്തേക്കും രാവിലെ വരുന്ന രീതിയിൽ വന്നാൽ നന്നായിരിക്കും. പിന്നെ ഭാഗ്യത്തിന് നമ്മൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴക്കാറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ചൂടും തണുപ്പും ഇല്ലാത്ത രീതിയിൽ മഴക്കാർ കൊണ്ട് മൂടി കിടക്കായിരുന്നു. അതുകൊണ്ട് വെയിലൊന്നും കൊള്ളേണ്ടി വന്നില്ല. പിന്നെ ഈ ഒരു സമയത്തുകൊണ്ടായിരിക്കണം ഒത്തിരി തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വൈകിട്ടാണ് കൂടുതൽ തിരക്കുകൾ വരുന്നത്. കാരണം വൈകിട്ട് ലൈറ്റ് ഷോ ഒക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഇവിടെ 5 കാര്യങ്ങളാണ് കാണാനുള്ളതെന്ന് പറഞ്ഞില്ല. ഒന്ന് ഈ ആദിയോഗിയുടെ ഈ രൂപവും, പിന്നെ അതിന് താഴെയുള്ള യോഗേശ്വര ലിംഗവും, പിന്നെ നന്ദിയും ഈ ഒരു ശൂലവും, പിന്നെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് നാഗത്തിന്റെ ഒരു രൂപവും ഉണ്ട്. ഈ 5 കാര്യങ്ങളാണ് ഇവിടെ കാണാനുള്ളത്. രാവിലെ 6 തൊട്ട് വൈകിട്ട് 8 വരെയാണ് ഇവിടെ വിസിറ്റിങ്ങിനായിട്ടുള്ള ടൈം. പിന്നെ വൈകിട്ട് ലൈറ്റ് ഷോ കാര്യങ്ങളുണ്ട്. നമ്മളത് കാണാൻ നിൽക്കുന്നില്ല, കാരണം ഒത്തിരി ട്രാവൽ ചെയ്യണമല്ലോ. നമ്മൾ സ്റ്റേ ചെയ്യുന്നില്ല, ഉടനെ തന്നെ കണ്ടിട്ട് പോവാണ്. പിന്നെ അടുത്ത് തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഈ കാണുന്ന റെസ്റ്റോറൻ്റ് ആണ് നിങ്ങൾക്ക് ലൈറ്റ് റിഫ്രഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ആദിയോഗിയുടെ രൂപം കാണാനായിട്ട് വരുന്നത്. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ഏത് ആംഗിളിൽ നോക്കിയാലും ഭയങ്കര ശാന്ത സ്വരൂപനായിട്ടാണ് ഈ ഒരു രൂപം ഉള്ളത്. നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ആ രീതിയിലാണ്. പിന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയർ, ഈ ആംബിയൻസ് ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഒരുപാട് മലകൾ നിറഞ്ഞൊരു ചുറ്റുപാടിൽ ഇങ്ങനെ ഒരു മഹാദേവന്റെ ഈ ശാന്തരൂപം കാണാനായിട്ട് നല്ല രസമാണ്. കോയമ്പത്തൂരിലുള്ള ആദിയോഗിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അത് മാത്രമല്ല, അതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്ഥാനം പിടിക്കാനും അതിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ബെസ്റ്റ് സ്കൾപ്ചർ എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂരുള്ള ആദിയോഗിയുടെ ആ രൂപമാണ്. ബെസ്റ്റ് സ്കൾപ്ചർ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. കഴുത്തിന് മുകളിലേക്കുള്ള രൂപം നമ്മൾ നിർമ്മിക്കില്ല, അതിനെയാണ് ബെസ്റ്റ് സ്കൾപ്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ മഹാദേവന്റെ കഴുത്തിന് മുകളിലേക്കുള്ള ആ രൂപമാണല്ലോ ആദിയോഗിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ അതിന് താഴെയായിട്ടാണ് യോഗേശ്വര ലിംഗം ഉള്ളത്. ഇപ്പൊ ഈ കാണുന്നതാണ്. ഇവിടെ പൂജകളും വഴിപാടുകളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് അവിടെ രസീകരിച്ചിട്ട് വഴിപാടൊക്കെ നേരാവുന്നതാണ്. പിന്നെ ഇവിടുത്തെ പ്രസാദം ഒരു എള്ളുണ്ട പോലെ ഇരിക്കുന്ന ഒരു പ്രസാദമാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു അതിന്. പിന്നെ വൈകിട്ടുള്ള ലൈറ്റ് ഷോ കൂടി കാണണമെന്നുണ്ടായിരുന്നു. കാരണം ഒരുപാട് വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മ്യൂസിക്കും ലൈറ്റ് ഷോ ഒക്കെ ആയിട്ട് നല്ല രസമാണ്. പിന്നെ നമുക്ക് രാത്രി ട്രാവൽ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ലൈറ്റ് ഷോ പിന്നീട് ഒരിക്കലും നമ്മൾ പോകുമ്പോൾ കാണിക്കാം. പിന്നെയുള്ളത് നന്ദിയുടെ ഈ രൂപമാണ്. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലുള്ള അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നന്ദിയുടെ ചെവിയിൽ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ പറയാറില്ലേ, അതുപോലെ ഒരു സംവിധാനം ഇവിടെ അവർ ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നന്ദി അവിടെ കയറിയിട്ട്
നമ്മൾ ചെവിയിൽ ആഗ്രഹം പറയാൻ വേണ്ടിയിട്ട് അവിടെ ഒരാൾ നിന്നിട്ട് പറയുന്നുണ്ട്. പക്ഷെ അവിടെ കയറിയിട്ട് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്തോ പൈസ കൊടുക്കണമെന്ന് തോന്നുന്നു. ഇതാ നോക്ക്, നമ്മൾ കുറച്ച് ദൂരെ പോയി നിന്ന് വീഡിയോ എടുത്തതാണ്. ഒരുപാട് മലനിരകളുടെ താഴ്വാരത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ച നല്ല രസമാട്ടോ. നിങ്ങൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേക്കും അത് മനസ്സിലാവും. നമ്മൾ എത്ര പറഞ്ഞാലും ഇങ്ങനെ വീഡിയോയിൽ കണ്ടാലും ഒന്നും മനസ്സിലാവില്ല. പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ ആ നാഗത്തിന്റെ രൂപം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെയും പൂജകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണിത് ഇരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇവിടെ കൂടെ കയറിയിട്ട് നമ്മൾ പോവാട്ടോ. ഞാനിവിടെ അധികം നേരം നിന്ന് വീഡിയോ എടുക്കാൻ നോക്കി, പക്ഷേ സമ്മതിച്ചില്ല. ഒരു ചേച്ചി വന്നിട്ട് എന്നോട് അവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. വീഡിയോ എടുക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും നമ്മൾ അവിടെ ഒന്ന് കണ്ട് തൊഴുതിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. കേരളത്തിൽ നിന്ന് നിങ്ങൾ പോവുകയാണെങ്കിൽ കോയമ്പത്തൂരുള്ള ആദ്യം ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ബാംഗ്ലൂരുള്ളവർക്ക് ഇവിടെ പോകുന്നതാണ്, ചിക്കബല്ലാപ്പൂർ പോകുന്നതാണ് ഇപ്പം. ഇവിടെ ഏകദേശം ഒരു 1.5-2 മണിക്കൂറോളം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇസ്കോൺ ടെമ്പിളിൽ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്തായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ.